ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ മിനിയേച്ചറായ നമ്മുടെ ഒരു സൺഫ്ലവർ കണ്ടിട്ടുണ്ടോ? സാധാരണ സീഡ്ലെസ് സൺഫ്ലവർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, സീഡുള്ള സൺഫ്ലവർ ചെയ്തിട്ടുണ്ട്, കളർ ചേഞ്ചുള്ള സൺഫ്ലവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും മിനിയേച്ചറായിട്ട് കാണുമ്പോൾ കമ്മൽ ചെടിയാണെന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ അതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കമ്മൽ ചെടി അല്ലാന്നും. ഇത് കണ്ടോ, ഇത്രയും ഭംഗി, അത് കൊലകൊലമായിട്ട് ഫ്ലവർ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇനി ഇതിപ്പോൾ എവിടുന്നാണ് കിട്ടുക, ഇതിൻ്റെ വിത്ത് തരുമോ തൈ തരുമോ എന്ന് ചോദിക്കേണ്ട. ഇത് സംഭവം ഇതൊന്നുമല്ല. ഇത് പെറുവിൻ ഗ്രൗണ്ട് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്, എഡിബിൾ സംഭവമാണ്. അതുപോലെ തന്നെ യാക്കൂൺ എന്നൊക്കെ പറയുമ്പോഴാണ് ഇവിടെ കൂടുതൽ അറിയാം. എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് റോ ആയിട്ട് പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റും. ഫ്രൂട്ട്സ് പലപ്പോഴും നമുക്ക് ഇൻസുലിൻ അല്ലെങ്കിൽ ഇതെടുക്കുന്നത്, അതായത് ഷുഗർ പേഷ്യൻറ്റിന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് അതൊരു കുഴപ്പമില്ല. പിന്നെ ഗഡ് റിലേറ്റഡ് ആയുള്ള പ്രോബ്ലംസിനൊക്കെ ഇത് കഴിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് പറിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് എവിടെയാണ് എന്താണെന്ന്. വേറെ ആരുത്തല്ല, നമ്മുടെ ഷിബേട്ടൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഷിബേട്ടൻ എന്താ വീഡിയോയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരാത്തതെന്ന്. സംഭവം വീഡിയോയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള പണിയെടുക്കേണ്ട സ്ഥലത്ത് വലിയ മതിലിൻ്റെ മുകളിൽ കയറേണ്ടത്, വീടിൻ്റെ രണ്ടാം നിലയിൽ കയറേണ്ട സ്ഥലത്തൊക്കെ ഞാൻ തന്നെ കയറണം. പുള്ളിക്കത് കയറാൻ പറ്റില്ല. എന്നിട്ട് ആൾക്കാർക്ക് ഇത് എന്തെങ്കിലും അറിയുമോ? പ്രതികരിക്കേ. ഞാനൊന്നും പറയില്ല. പ്രതികരിക്കേ, ഒന്നും പറയില്ല. ഇതിൻ്റെ കാര്യം പറഞ്ഞേ, ബാക്കിയുള്ള അറിയുന്നത്. ഇത് നമുക്ക് നല്ലൊരു സാലഡിന് പറ്റിയൊരു സാധനമാണ്. പിന്നെ ഷുഗർ ഉള്ളവർക്ക് ഇതിൻ്റെ സിറപ്പ് മധുരത്തിൻ്റെ പകരം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നല്ല പ്രീബയോട്ടിക് ആണ്. ഈ പണിക്കാരനെ കിട്ടിയാണെങ്കിൽ നല്ലതായിരുന്നു അല്ലേ രതീഷ? നമുക്ക് അതെ, സെറ്റാട്ടോ. പുതിയ സംഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ വിത്ത് തോന്നുന്നത്. അടുത്തുള്ളതിക്കുള്ള വിത്തുകളാണ് മുഴുവൻ. നല്ല വലുപ്പമുണ്ട് ഉണ്ടോ. ഇനി കഴുകിയില്ല എന്ന് പറയാൻ നിൽക്കണ്ട. ഇതാ ഇതിൻ്റെ തൊലി അടുക്കുള്ള ഭാഗം അവിടെ നിർത്തിയിട്ട് കത്തിയോട് ചിരണ്ടി ഫുള്ളായിട്ട് കളഞ്ഞതാണ്. കാണാൻ ശരിക്കും ഡൈലിയൻ്റെ ഒക്കെ കിഴങ്ങ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത് ചേട്ടാ. ഇത് നല്ല നീളത്തിലുണ്ടാവും. ഞാനിതിന് പ്രത്യേകിച്ച് വളങ്ങളും അങ്ങനെ ഒരു കൃഷിപാൽ ചെയ്തല്ലേ, നമ്മൾ വെറുതെ നട്ടു വെച്ചല്ലേ. നല്ല മധുരം കഴിക്കുമ്പോൾ തന്നെ അതിലത്തെ ഫൈബർ കണ്ടന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ കടിക്കുമ്പോൾ? അതാണ് ഗട്ട് ഹെൽത്തിന് ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈബർ കണ്ടൻസ് ആണ്. ഇത്രയൊക്കെ നല്ല സാധനമായിട്ട് നിങ്ങളെന്ന് എനിക്കൊരു വിറ്റാരാതെ വിത്ത് താഴ്ത്തോ. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്, എനിക്ക് തരുന്നില്ല. ഇത് കിട്ടിയ ഭാഗ്യം. ഇപ്പോൾ ഇത് മൊത്തം തിന്ന് തീർക്കണം, ഇല്ലെങ്കിൽ എന്താ പറയുക പിന്നെ ചോദിച്ചാൽ കിട്ടില്ല. സംഭവം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ? അപ്പോൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി വെച്ചോളൂ. ഇനി ഇവിടെ വെത്തി നോക്കിയത് ആകെ ഒരു ചോടേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ പകുതി ഇപ്പം ഞാൻ കൊണ്ടുപോകും. മുമ്പ് നമ്മൾ കൽപ്പറ്റയിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പന്നിശല്യം ഇല്ല, എലിശല്യം. ഇവർക്ക് രണ്ടുപേർക്ക് ഈ സാധനം വേണ്ട. സിറപ്പ് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും ഷുഗർ ഉള്ള ആൾക്കാർക്ക്. ഇതിനിപ്പോൾ നമ്മൾ പറഞ്ഞതല്ലാത്ത മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.